Hey guys, welcome to Arya's Go Pints. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ വിഷു ആശംസകൾ. അപ്പോൾ വിഷുവിന് നമ്മളെല്ലാവരും ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ കണിക്കൊന്ന ഒരുക്കും, പിന്നെ കണി റെഡിയാക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വിഷുവിന് ചെയ്യുന്നത് നമ്മൾ അമ്പലത്തിൽ പോകും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു മേക്കപ്പ് ലുക്കാണ്, ഒരു ടെമ്പിൾ മേക്കപ്പ് ലുക്ക്, ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. നമ്മൾ അമ്പലത്തിൽ പോകാൻ സമയത്ത് നമ്മളാരും ഫൗണ്ടേഷനും കൺസീലറും ഹൈലൈറ്ററും ഐ ഷാഡോ ഒന്നും യൂസ് ചെയ്യാറില്ല. നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ട് പോകാറാണ് പതിവ്. പിന്നെ ഇപ്പോൾ സമ്മർ സീസണാണ്, അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ പറയാം, ഞാനൊരു ബ്യൂട്ടീഷ്യനോ അല്ലെങ്കിൽ ഒരു പ്രോ മേക്കപ്പ് ആർട്ടിസ്റ്റോ ഒന്നുമല്ല. ഞാൻ സിമ്പിളായിട്ട് എങ്ങനെ അമ്പലത്തിൽ പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. സോ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആര്യസ് ഗോ പൈൻസിലിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് അപ്പോൾ തന്നെ മിസ്സാവാതെ കാണാൻ സാധിക്കുകയും ചെയ്യും. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. എപ്പോൾ മേക്കപ്പ് ഇടാൻ തുടങ്ങിയാലും നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ ഫേസ് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. നന്നായിട്ട് മുഖം കഴുകിയിരിക്കണം. അപ്പോൾ ആദ്യം ഞാൻ മുഖം എല്ലാം കഴുകി എല്ലാ മേക്കപ്പൊക്കെ കളഞ്ഞിട്ട് നിൽക്കുക. ഒട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു പോയിൻ്റാണ് ക്ലെൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ക്ലെൻസിങ്. ഒരു ചെറിയ പ്രശ്നം പറ്റിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ സാരി ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇത് ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഒരു സൽവാറാണ് കേട്ടോ, ബ്ലാക്ക് കളർ സൽവാർ. അതിൻ്റെ ഷോളാണ് അത്. അപ്പോൾ ഷോൾ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഷോളാണ്, നമുക്ക് ഒതുക്കാൻ ഒട്ടും പറ്റാത്തൊരു ഷോളാണ്. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്, ഇടക്കിടക്ക് ഊരി വീഴും. അപ്പോൾ അത് കാര്യമാക്കണ്ട. സോ ആദ്യം ചെയ്യാന്നുള്ളത് നമ്മുടെ ഐസ് ക്യൂബ് ഉണ്ടല്ലോ, ഐസ് ക്യൂബ് എടുത്ത് ഒരു കോട്ടൻ്റെ അകത്ത് വെച്ചിട്ട് ഫേസും നെക്കും ഒക്കെ ഫുള്ളൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോഴ്സൊക്കെ ഒന്ന് അടഞ്ഞു കിട്ടും. അതുമാത്രമല്ല ഇപ്പോൾ സമ്മറാണ്, നമ്മൾ പെട്ടെന്ന് വേർക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊന്ന് തടയാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് നമ്മൾ ഈ ഐസ് ക്യൂബ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സമ്മർ സീസണിലൊക്കെ പുറത്ത് പോകുമ്പോഴത്തേക്ക് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഫേസിന് നല്ല തണുപ്പും കിട്ടും കേട്ടോ, നിങ്ങൾക്കറിയാം. നെക്സ്റ്റ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ജിംക്കിയാണ് കേട്ടോ. ഇത് 500 സംതിങ് റുപ്പീസാണ് ഇതും ഇതിൻ്റെ മാലയും കൂടിയിട്ട്. ഞാൻ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ അത് ഞാൻ ഇടുകയാണ്. എനിക്ക് കമ്മൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് കമ്മൽ. പക്ഷേ കമ്മലില്ലാതൊരു മേക്കപ്പ് ലുക്ക് ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരും മേക്കപ്പ് ഇട്ടതിന് ശേഷമാണ് കമ്മലിടുന്നത്. പക്ഷേ ടു ബി ഓണസ്റ്റ്, ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ ആദ്യം ഇടുന്ന കമ്മലാണ്. അപ്പോൾ ഞാനിവിടെയും അതുപോലെ കമ്മലിട്ട് കൊടുത്തിരിക്കുകയാണ്. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ റോസ് വാട്ടർ ഉണ്ടല്ലോ, റോസ് വാട്ടർ വെച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്യുകയാണ്. ഈ റോസ് വാട്ടർ ഞാൻ ഉണ്ടാക്കിയതാണ്. റോസ് വാട്ടറിൻ്റെ വീഡിയോ ആയിരിക്കും നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ നാച്ചുറൽ റോസ് വാട്ടറാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഡാബ് ചെയ്ത് നമ്മുടെ സ്കിന്നിനകത്തേക്ക് കയറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിനെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ഞാൻ ചെയ്തത്. സമ്മർ ആയതുകൊണ്ട് എസ്പെഷ്യലി ചെയ്തതാണ്. അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫേസിനെയും ലിപ്സിനെയും പ്രപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അലോവേറ ജെല്ലാണ്. അലോവേറ ജെല്ല് വളരെ കുറച്ച് മതി. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ ഫേസിലെല്ലാം ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് നമ്മുടെ ഫേസിനകത്തേക്ക് ഡാബ് ചെയ്ത് കയറ്റണം. ഓക്കെ, അപ്പോൾ അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതൊരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എന്ത് കുഞ്ഞ് മേക്കപ്പ് ലുക്ക് ആയാലും നമ്മുടെ ഫേസിന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്തിരിക്കണം, നന്നായിട്ട് നറിഷ് ചെയ്തിരിക്കണം. അപ്പോൾ ഞാൻ എന്നെ മസാജ് ചെയ്തേ കണ്ടോ, ഡാബ് ചെയ്ത് ഇതുപോലെ അകത്തേക്ക് അബ്സോർബ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇത് നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇട്ടുള്ള മേക്കപ്പ് ആണെങ്കിൽ ഫൗണ്ടേഷനൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ആകാനും നല്ലൊരു ബേസ് ഫോം ചെയ്യാനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. ഇനി നെക്സ്റ്റ് അപ്പോൾ നമ്മൾ ഫേസ് പ്രപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി പ്രപ്പ് ചെയ്യേണ്ടത് നമ്മുടെ ലിപ്സാണ്. നമ്മുടെ ലിപ്സിൽ മെബ്ലിൻ ബേബി ലിപ്സിൻ്റെ ലിപ് ബാം വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ലിപ്സ് പ്രപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതായത് ഇതുപോലെ നല്ലൊരു ലിപ് ബാമാണ് കേട്ടോ, മെബ്ലിൻ ബേബി ലിപ്സിൻ്റെ. ഇത് വലിയ കളറൊന്നും ഇല്ലാത്ത ഒരു കുഞ്ഞ് പിങ്കിൻ്റെ ടിൻ്റുണ്ട്, നിങ്ങൾക്ക് കണ്ടാലറിയാം. നേരത്തെ എൻ്റെ ലിപ്സും ലിപ് ബാം ഇട്ടതിന് ശേഷമുള്ള ലിപ്സ് ഒരു കുഞ്ഞ് പിങ്ക് കളർ വന്നിട്ടുണ്ട്, ഒരു നാച്ചുറൽ പിങ്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫേസിൽ നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോയ്സ്ചറൈസിങ് സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സൺ പ്രൊട്ടക്ഷൻ ക്രീം ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്റ്റെപ്പാണ് സൺ പ്രൊട്ടക്ഷൻ ക്രീം ഇട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫേസ് ഗാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൺ പ്രൊട്ടക്ഷൻ ക്രീമാണ്. അത് ഇതുപോലെ ഡോട്ടായിട്ട് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ നമ്മുടെ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കൊടുക്കുന്ന പോലെ അതിനെ നമ്മുടെ സ്കിന്നിലേക്ക് ഇറക്കേണ്ട കാര്യം വരുന്നില്ല. കാരണം ഇത് നമുക്കൊരു ലെയറായിട്ട് നമ്മുടെ ഫേസിൽ കിടക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് തേച്ച് പറ്റിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഗ്ലൈഡ് ചെയ്ത് കൊടുത്താൽ മതി ഫേസ് ഫുള്ളും.
അപ്പോൾ അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. ഇത് ഓർക്കേണ്ട കാര്യം ഇത് ഫേസിൽ മാത്രമല്ല, നെക്കിലും സൺ എക്സ്പോസ്ഡ് ആയിട്ടുള്ള എല്ലാ ഏരിയാസിലും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിപ്പോൾ കയ്യിലായിക്കോട്ടെ കാലിലായിക്കോട്ടെ, കാല് വരെ നമ്മൾ സൺ പ്രൊട്ടക്ഷൻ ക്രീം ഇട്ട് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ പുറത്തിറക്കാൻ പാടുള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, വർക്ക് ചെയ്യരുത്. അപ്പോൾ എൻ്റെ ഈ ഫേസ് ഗാർഡ് എന്ന് പറയുന്ന ഒരു മാറ്റ് ഫിനിഷുള്ള നല്ലൊരു സൺ പ്രൊട്ടക്ഷൻ ക്രീമാണ്. അതിൻ്റെ റേറ്റ് വന്നിട്ട് 300 സംതിങ് ആണ്. കുറച്ച് പ്രൊഡക്റ്റേ ഉള്ളൂ, ബട്ട് സ്റ്റിൽ കിടിലനാണ്. നെക്സ്റ്റ് ഞാനൊരു പ്രസ് പൗഡർ വെച്ചിട്ട് എൻ്റെ മേക്കപ്പ്, അതായത് നമ്മളിപ്പോൾ ഒരു സൺ പ്രൊട്ടക്ഷൻ ക്രീമാണ് ഇട്ടത്, അപ്പോൾ ക്രീം ആകുമ്പോഴത്തേക്ക് ക്രീസി ആവാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ അതിനെ നമ്മളൊരു പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. നമ്മൾ മേക്കപ്പ് സെറ്റ് ചെയ്യാന്ന് പറയില്ലേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ മിസ്ട്രൽ ഓഫ് മിലാൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനീൻ്റെ കോമ്പാക്റ്റാണ് എടുക്കുന്നത്. ഇത് ഷെയ്ഡ് നമ്പർ 1 എന്തോ ആണ് കേട്ടോ. അപ്പം ഈ ഷെയ്ഡ് എടുത്ത ശേഷം ഫേസിലേക്കൊന്ന് പൗഡർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ ഞാനൊരു കുഞ്ഞ് മിറർ യൂസ് ചെയ്യണം. ഞാൻ എൻ്റെ ഫസ്റ്റ് മേക്കപ്പ് വീഡിയോ ആണ്. എനിക്കിത് എങ്ങോട്ട് നോക്കണമെന്ന് ഒരു പിടിയും ഇല്ലായിരുന്നു. കാരണം ക്യാമറ ലെൻസിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഫേസ് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ക്യാമറ ഫ്ലിപ്പിലോട്ട് എന്നെ കാണുന്ന അതിലോട്ട് നോക്കി. അപ്പോഴത്തേക്ക് എന്തോ കോങ്കണ്ണം പോലെയൊക്കെ തോന്നി. പിന്നെ ഞാനൊരു മിററും കൂടി എടുത്തിട്ട്, എൻ്റെ പേഴ്സണൽ മിററാണ് കേട്ടോ, എൻ്റെ ബാഗിലിരിക്കുന്ന മിററാണ്, കുട്ടി മിററാണ്. അപ്പോൾ അതും കൂടി എടുത്തിട്ട് ഞാൻ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ബേസ് ഇവിടെ സെറ്റായിരിക്കുകയാണ്. ഇത്ര മാത്രമേ ഞാൻ ബേസിൽ ചെയ്തുള്ളൂ. ഒരു പ്രോ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ബേസ് ആയിട്ടില്ല. പക്ഷേ നമുക്ക് അമ്പലത്തിൽ പോകാൻ ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഐബ്രോസാണ്. ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മ്യൂസിക് ഫ്ലവറിൻ്റെ ഐബ്രോ ജെല്ലാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഐബ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രഷ് വേണം, ഒരു ഫ്ലാറ്റ് ബ്രഷ് എന്ന് പറയും. ആംഗിൾ ബ്രഷ് എന്ന് പറയും. ആ ബ്രഷ് കണ്ടോ, ഒരു സ്ലൈഡിങ് പോലെയുണ്ട്. അപ്പോൾ ആ ബ്രഷ് വെച്ചിട്ടാണ് നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ മിറർ എടുത്തിട്ട് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ ഓർക്കേണ്ട കാര്യം, ഞാനിപ്പോൾ ത്രെഡ് ചെയ്തതേ ഉള്ളൂ കേട്ടോ. ആക്ച്വലി ഈ ത്രെഡ് ചെയ്യാതിരിക്കുമ്പോൾ എൻ്റെ ഐബ്രോസ് ഭംഗി, ഇൻ ദ സെൻസ് ഇപ്പോൾ തിക്ക് ഐബ്രോസ് ആണ് ഫാഷൻ. അപ്പോൾ ഐബ്രോ ഞാനിപ്പോൾ എടുത്തത് കൊണ്ട് അത് കുറച്ച് തിന്നായിപ്പോയി, സാരില്ല. അപ്പോൾ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എപ്പോഴും ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് ബ്രൗൺ കളർ ഐബ്രോ ജെല്ല് വെച്ച് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. ജെല്ലെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കരിയൊക്കെ ആണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പിടിക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി ആകെ വൃത്തികേടാണ്. അപ്പോൾ ജെല്ലാകുമ്പോഴത്തേക്ക് കറക്റ്റ് പൊസിഷനിൽ നമ്മൾ എങ്ങനെ ചെയ്ത് കൊടുക്കുന്നു അതുപോലെ നമ്മൾ തിരിച്ച് വരുന്നവരെ ഇരിക്കും. പിന്നെ ഈ നാച്ചുറൽ കളറാണല്ലോ ബ്രൗൺ എന്ന് പറയുന്നത്, ബ്ലാക്ക് പോലെ അങ്ങനെ എടുത്ത് നിൽക്കില്ല, ഒരു ലൈറ്റായിട്ട് സട്ടിലായിട്ട് നിൽക്കും. നമ്മുടെ മേക്കപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നതാണ് നമ്മുടെ ഐബ്രോസ് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നന്നായിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ വേണ്ടി. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് തിന്നായി പോയത് കൊണ്ട് ഉള്ള ഒരു ഭംഗിക്കുറവുണ്ട്, ബട്ട് സ്റ്റിൽ ദാറ്റ്സ് ഓക്കെ. വളർന്ന് കുറച്ചുകൂടി എൻ്റെ പുരികത്തിന് നല്ല വീതിയാണ് കേട്ടോ. അപ്പോൾ നല്ല വീതിക്കുള്ളതാണെങ്കിൽ നമുക്ക് വരച്ചു കൊടുക്കാനൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് വരച്ചു കൊടുത്തിരിക്കുകയാണ് ഞാൻ. അപ്പോൾ അടുത്ത് നമ്മുടെ ഐ മേക്കപ്പാണ്. ഐ മേക്കപ്പിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഐക്കോണിക് കാജൽ ഉണ്ടല്ലോ അതാണ് എടുക്കുന്നത്. അത് നല്ല ജെറ്റ് ബ്ലാക്ക് കളറാണ് കേട്ടോ. എനിക്ക് അത്ര ഭയങ്കര ബ്ലാക്ക് കളർ അങ്ങോട്ട് ഇഷ്ടമല്ല. പക്ഷേ ഞാൻ പൊതുവേ പുറത്ത് പോകുമ്പോൾ മൈടെക്സിൻ്റെ സാധാരണ കരിയാണ് എടുക്കാറ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു മേക്കപ്പ് ലുക്കൊക്കെ അല്ലേ എന്ന് കരുതി എടുത്തതാണ്. പക്ഷേ സ്മഡ്ജ് ചെയ്യാനൊക്കെ അല്പം ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബ്ലാക്ക് ഇങ്ങനെ എടുത്ത് നിൽക്കും. പക്ഷേ ഒരുപാട് കരി എഴുതാത്തവർക്ക് സിമ്പിളായിട്ടൊക്കെ അകത്ത് മാത്രം എഴുതുന്നവർക്ക് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് വിട്ടിൽ എഴുതി കൊടുക്കുകയാണ് നമ്മുടെ ഐക്കോണിക് കാജൽ. അപ്പോൾ രണ്ട് കണ്ണിലുമായിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ലൈൻ പോലെ ചെയ്യാണ്. കുറച്ച് അകത്തേക്കും കൂടെ ഒന്ന് പടർത്തി വരയ്ക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ വരയ്ക്കുന്നതാണ് ഇഷ്ടം. ഞാൻ ടൈറ്റ് ലൈൻ മാത്രം കൊടുക്കുന്ന ഒരാളല്ല, എനിക്ക് കുറച്ച് സ്പ്രെഡായിട്ട് നിൽക്കുന്നതാണ് ഇഷ്ടം. ഇപ്പോൾ ഞാൻ ടൈറ്റ് ലൈൻ ചെയ്യുന്നുണ്ട്, അകത്ത് കുറച്ചുകൂടെ വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പിന്നീട് ഒരു ബ്രഷും കൂടെ വെച്ചിട്ട് അതിനൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കും. ആക്ച്വലി ഈ ബ്രഷിന് പകരം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ബ്രഷ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബഡ്സ് ഉണ്ടല്ലോ, ക്യൂട്ടിപ്പ്, അത് വേണമെങ്കിൽ എടുക്കാം. അത് വെച്ചിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ടൈറ്റ് ലൈൻ ചെയ്യുമ്പോൾ മുകളിലത്തെ നമ്മുടെ ലാഷ് ലൈൻ ഉണ്ടല്ലോ അതും കൂടി ടൈറ്റ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഞാനിപ്പോൾ അത് ചെയ്തിട്ടില്ല, കാരണം ഞാൻ ജസ്റ്റ് സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ കണ്ണ്. അപ്പോൾ കണ്ണ് സ്മഡ്ജ് ചെയ്യാൻ സമയത്ത് ഇന്നർ കോർണറും ഔട്ടർ കോർണറിൽ ഒരു ചെറിയ വിങ് പോലെ അല്ലെങ്കിൽ ഒരു ഫിനിഷിങ് കൊടുക്കും. ഇന്നർ കോർണറിലും അതുപോലെ ഇന്നർ കോർണർ നമ്മൾ കുറച്ചുകൂടി വൃത്തിക്ക് എഴുതിയാലേ ഒരു ഭംഗി കിട്ടുള്ളൂ.
അപ്പോൾ ഇന്നർ കോർണറും അകത്തോട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം. അതുപോലെ ഔട്ടർ കോർണർ പുറത്തോട്ടൊന്ന് വലിച്ച് എഴുതി കൊടുക്കണം. എന്നാലേ ആ കണ്ണിൻ്റെ ഒരു ഡെഫിനിഷൻ കിട്ടുള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ അത്യാവശ്യം കുറച്ച് വലിയ കണ്ണായതുകൊണ്ട് തന്നെ ഞാൻ വിങ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞു കണ്ണാണെന്നുണ്ടെങ്കിൽ നല്ല വിങ് ലൈനർ വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് ഞാനൊരു പൊട്ട് വെച്ച് കൊടുക്കുകയാണ്. ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടില്ല, എന്താണോ എന്തോ എനിക്കിടയ്ക്ക് പൊട്ട് വെക്കണം എന്ന് തോന്നി. അപ്പോൾ ഞാനൊരു പൊട്ട് വെച്ച് കൊടുത്തിരിക്കുകയാണ്. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഐ മേക്കപ്പിൻ്റെ കണ്ടിന്യൂഷനാണ്. ഞാനിവിടെ സാധാ ഡാസ്ലറിൻ്റെ ഐടെക്സ് ഐലൈനർ ഉണ്ടല്ലോ, അപ്പോൾ അതാണ് എടുക്കുന്നത്. എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുണ്ട് ഞാൻ എങ്ങനെയാണ് ഐലൈൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ക്യാമറ എൻ്റെ ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. സോ ക്യാമറ അല്ലാത്തതുകൊണ്ട് ഐലൈൻ ചെയ്യുന്നതൊന്നും വലുതായിട്ട് അങ്ങോട്ട് കാണാൻ പറ്റില്ലായിരിക്കും. ബട്ട് സ്റ്റിൽ ഭയങ്കര സിമ്പിളായിട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്യുന്നൊരു എക്സ്ട്രാ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇന്നർ കോർണറിലേക്കും കൂടിയിട്ടൊന്ന് വരച്ചു കൊടുക്കും. അതും ഞാൻ എപ്പോഴൊന്നും ചെയ്യുന്നില്ല. ഇതുപോലെ ട്രഡീഷണൽ വെയറിൻ്റെ കൂടെ മാത്രമേ ഇന്നർ കോർണർ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുക്കാറുള്ളൂ. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നർ കോർണറിൻ്റെ അകത്തേക്ക് ഇങ്ങനെ നീട്ടി വെച്ച് കൊടുക്കണം. കണ്ടോ, ഇന്നർ കോർണർ ഒന്ന് നീളുമ്പം തന്നെ കണ്ണിന് ആ ഒരു ഷേപ്പ് കിട്ടും. നല്ല ഭംഗിയാണ് കേട്ടോ. നിങ്ങൾ അങ്ങനെ ചെയ്യാറില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നർ കോർണർ ഇങ്ങനെ കുറച്ച് കണ്ടോ ഒരു ഡെഫിനേഷൻ കിട്ടും നമ്മുടെ കണ്ണിന്. നല്ല ഭംഗിയാണ് അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നമ്മുടെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ലാസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസ്കാരയാണ്. മസ്കാര ഇട്ട് കഴിഞ്ഞാലുള്ള ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഞാനിവിടെ മാഗ്നറ്റൈസിൻ്റെ ഫേസസ് മാഗ്നറ്റൈസ് മസ്കാരയാണ് എടുക്കുന്നത്. ഇത് 400 റുപ്പീസാണ്. ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടും. നല്ല ബെസ്റ്റ് മസ്കാരയാണ് ഫേസസ് കാനഡേൻ്റെ മസ്കാര. അതിൻ്റെ ആപ്ലിക്കേറ്റർ ഇത് ഇങ്ങനെയാണ്, കുഞ്ഞു ഹെയർ പോലെയാണ് കേട്ടോ. സാധാരണ നമ്മുടെ ഐക്കോണിക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു ആപ്ലിക്കേറ്ററാണ്. ഇപ്പോൾ ഇതിൻ്റെ അങ്ങനെയല്ല, കുഞ്ഞ് ആപ്ലിക്കേറ്ററാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ 1 2 3 എത്രയാണ് 3 കോട്ടാണെന്ന് തോന്നുന്നു ഇട്ട് കൊടുക്കുന്നത്. എത്ര കോട്ട് നമ്മൾ എക്സ്ട്രാ ഇടുന്നോ അത് നമുക്ക് കണ്ണിന് ഭയങ്കര ഭംഗി തരും. നമ്മുടെ മസ്കാരാസ് വോളിമനൈസ് ആവും, ലെങ്തനിങ് ആവും. ഇപ്പോൾ തന്നെ കണ്ടോ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എൻ്റെ റൈറ്റ് കണ്ണും ലെഫ്റ്റ് കണ്ണും വേണ്ടിയിട്ട് നോക്കുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മുടെ അപ്പർ ലാഷസിലും അതുപോലെ ലോവർ ലാഷസിലും നമ്മൾ മസ്കാര യൂസ് ചെയ്ത് കൊടുക്കുക. എല്ലാവരും ലോവർ ലാഷസിൽ മസ്കാര യൂസ് ചെയ്യാൻ എപ്പോഴും മറന്നു പോകും. പക്ഷേ അത് മറക്കരുത് കേട്ടോ. നമ്മുടെ ലോവർ ലാഷസിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ ആ ഭംഗി വരുള്ളൂ. പിന്നെ ഐബ്രോ ജെല്ല് കയ്യിലില്ലാത്തവരാണെങ്കിൽ ഈ മസ്കാര വെച്ചിട്ട് നിങ്ങളുടെ ഐബ്രോസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. കാരണം ഓരോ ഹെയർ ആയിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് കളർ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ മസ്കാര സെറ്റ് ചെയ്യുന്ന അറിയാമല്ലോ, നല്ല കട്ടിക്ക് എങ്ങനെ ഇട്ട് കൊടുക്കുന്നോ അതുപോലെ ഇരിക്കും. അപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ നമുക്കിതിനെ വേണമെങ്കിൽ ഐബ്രോസിലും യൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസ്കാര ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിരിക്കുന്ന കണ്ടോ, ആ ലാഷസ് നോക്കൂ എന്ത് ഭംഗിയാണെന്ന്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എഴുതി കൊടുക്കുക കണ്ണിൽ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചധികം കോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളും അതുപോലെ കോട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫേക്ക് ലാഷസ് ഒന്നും വെക്കേണ്ട യാതൊരു ആവശ്യം വരില്ല. നല്ല നാച്ചുറലായിട്ടിരിക്കും. എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ ചിലർ ഫേക്ക് ലാഷസ് വെച്ചിട്ടുണ്ടോ എന്ന്. കാരണം അങ്ങനെ തോന്നും നമ്മൾ ഇത് വെച്ചിട്ട് നന്നായിട്ട് 2-3 കോട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ ലാസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലാക്മേൻ്റെ ലിപ്സ്റ്റിക്കാണ്. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. നല്ല പൊള്ളി ലിപ്സ്റ്റിക്കാണ്, നല്ല ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. ഇത് നമുക്ക് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാവുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഈ ലിപ്സ്റ്റിക്കിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇതിൻ്റെ ഷെയ്ഡ് വിൻറ്റേജ് പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് നമ്പർ 3 ആണിത്. അയ്യോ നല്ല സൂപ്പർ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. നമ്മൾ ഒരിക്കലും അമ്പലത്തിൽ പോകുമ്പോൾ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സൊന്നും ലിപ്സിൽ കൊടുക്കാറില്ല, ന്യൂഡ് മാത്രമേ കൊടുക്കാറുള്ളൂ. അതുപോലെ ഈ ഒരു സംഗതി എൻ്റെ ബാഗിൽ എപ്പോഴും കിടക്കുന്ന ഒരു ന്യൂഡ് ഷെയ്ഡാണ്. കാരണം ന്യൂഡ്സ് ആണല്ലോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. കാഷ്വലായിട്ട് പോകുമ്പോൾ, ഇപ്പോൾ ഓഫീസിൽ പോകുമ്പോഴാണെങ്കിലും കോളേജിൽ പോകുമ്പോഴാണെങ്കിലും നമുക്ക് ന്യൂഡ് ഷെയ്ഡ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഭയങ്കര നല്ലത്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുന്നേ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോട്ടൺ പാഡ് എടുത്തിട്ട് നമ്മുടെ ലിപ്സിൽ നമ്മൾ ലിപ് ബാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ലിപ് ബാം തുടച്ച് കളയുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ ഷെയ്ഡ് മാറിപ്പോവാനും, അല്ലെങ്കിൽ മാറ്റാണിത്. അപ്പോൾ മാറ്റ് മാറിയിട്ട് ഒരു ഗ്ലോ വരാനൊക്കെ തുടങ്ങും. എനിക്ക് ഗ്ലോ വരുന്ന ലിപ്സ്റ്റിക്കിനോട് വലിയ താല്പര്യമില്ല, മാറ്റാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്റ്റെപ്പ് ചെയ്തത്. നമ്മൾ ആദ്യമേ നമ്മുടെ ലിപ്സ് ഹൈഡ്രേറ്റ് ആവാൻ വേണ്ടിയാണ് ലിപ് ബാം ഇട്ട് കൊടുത്തത്. നമ്മുടെ മേക്കപ്പ് കഴിയുമ്പോഴത്തേക്കും ആ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് എല്ലാം നമ്മുടെ ലിപ്സിൽ ഇറങ്ങിയിരിക്കും. അപ്പോൾ നന്നായിട്ടിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ലിപ്സ്റ്റിക്കിന് ഒരു ബേസായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇത് കൊടുക്കുന്നത്.
അപ്പോൾ നമ്മുടെ താജ്മഹൽ പണി ഏതാണ്ടൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി നമ്മുടെ വിഷു മേക്കപ്പ് ലുക്കാണല്ലോ. അപ്പോൾ എന്താണ് വേണ്ടത്? ചന്ദനമില്ലാതെ ഒരു കളിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളയും ചുവപ്പും ചന്ദനം ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ വെള്ളച്ചന്ദനം ഇട്ടതിന് ശേഷം അതിൻ്റെ അകത്ത് സിന്ദൂരം ഇല്ലേ, അപ്പോൾ സിന്ദൂരം വെച്ചൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ രണ്ടിൻ്റെ ഒരു ഭംഗി നമ്മുടെ ഫേസിന് കിട്ടും. അപ്പോൾ അതാണ് ഫൈനലി ചെയ്യുന്നത്. പിന്നെ ഒരു സ്റ്റെപ്പും കൂടി ഇട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും ചെയ്ത ശേഷം എന്താണ് ഞാൻ ഈ പറഞ്ഞ പോലെ ചുമന്ന ആ ഒരു സിന്ദൂരം കൂടി തൊട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കഴുത്തിൽ മാല ഇടാൻ പോവാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞില്ല, ഈ കമ്മലും ആ ഒരു മാലയും കൂടിയിട്ടാണ് സെറ്റായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചത്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കും, നോക്കുക, വേണമെങ്കിൽ മേടിക്കുക. അപ്പോൾ നല്ലൊരു മാലയാണ് കേട്ടോ, നല്ല ഹെവി മാലയാണ്. നമ്മുടെ മേക്കപ്പിന് നല്ലൊരു ലുക്ക് കൊടുക്കുന്നത് ഈ ഓർണമെൻറ്റ്സ് ആണ്. അപ്പോൾ അത് ഇടുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളാരും സ്കിപ്പ് ചെയ്യാറില്ല, ബട്ട് സ്റ്റിൽ ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഫൗണ്ടേഷനോ കൺസീലറോ ഹൈലൈറ്റോ ബ്ലഷോ ഐ ഷാഡോ പാലറ്റോ ഒന്നുമില്ല. നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ലുക്ക് ഇഷ്ടമായോ എന്നെനിക്കറിയില്ല. ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ഭംഗിയാണ്. അപ്പോൾ ഇനി ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് റോസ് വാട്ടർ ഉണ്ട്. ഈ റോസ് വാട്ടറിനെ നമ്മൾ പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ആദ്യം ഞാൻ ഫേസ് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മിസ്റ്റായിട്ട് യൂസ് ചെയ്തു. ആൻഡ് അറ്റ് ലാസ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആയിട്ടാണ്. ഈ സംഗതി എടുക്കുക, ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു സ്പഞ്ച് വെച്ച് നമ്മളൊന്ന് ഡാബ് ചെയ്ത് നമ്മുടെ ഫേസിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക. അപ്പോൾ കുറച്ച് നേരം ഇത് എന്താണ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ മേക്കപ്പിനെ നിർത്താൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് സിമ്പിളായിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ലുക്കാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ റെഡി ആയിട്ട് പോവാം. പിന്നെ ഞാൻ ഇതിൽ യൂസ് ചെയ്ത പ്രോഡക്ട്സിൻ്റെ ലിങ്ക് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഇതുപോലെ ഒരുങ്ങി പോവുകയാണെങ്കിൽ നിങ്ങൾ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരണം. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. സോ വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ